ആരോഗ്യവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പേവിഷബാധ പ്രതിരോധ പരിപാടികളുടെ ഭാഗമായി സ്പെഷ്യൽ സ്കൂൾ അസംബ്ലിയും സ്കൂൾ തല ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പേവിഷബാധ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി സ്പെഷ്യൽ സ്കൂൾ അസംബ്ലിയും സ്കൂൾ തല ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ സ്കൂൾ അസംബ്ലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടികൾക്ക് ദേവിയാർ കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ, പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, ഏകാരോഗ്യം മെന്റർ എന്നിവർ നേതൃത്വം നൽകി. സമൂഹം നേരിടുന്ന ഒരു പ്രധാന ആരോഗ്യ സുരക്ഷാ വെല്ലുവിളിയാണ് പേവിഷബാധ അഥവാ റാബീസ്. നായകളിൽ നിന്നോ പേവിഷബാധ പടർത്തുവാൻ സാധ്യതയുള്ള മറ്റു മൃഗങ്ങളിൽ നിന്നോ ഈ രോഗം മനുഷ്യരിലേക്ക് പകരാം. പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവയ്പ്പുകളും യഥാസമയം ലഭിക്കാത്തത് പേവിഷബാധയേറ്റാൽ 100% മരണത്തിന് കാരണമാകുന്നു. നായകളുടെ കടി, പോറൽ, മാന്തൽ, ഉമിനീരുമായുള്ള സമ്പർക്കം എന്നിവയുണ്ടാകുമ്പോൾ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവയ്പ്പും സ്വീകരിക്കേണ്ടതാണെന്നും ദേവിയാർ കോളനി മെഡിക്കൽ ഓഫീസർ ടി ഹരിപ്രസാദ് അറിയിച്ചു. വലിയൊരു ശതമാനം വൈറസിനെ നമ്മുടെ ശരീരത്തിൽ മുറിവിൽ കടന്നിട്ടുള്ള വലിയൊരു ശതമാനം വൈറസിനെ നിർവീര്യമാക്കാനായിട്ട് ഈ ഒരു മുറിവ് കഴുകുന്നത് വഴി സാധിക്കും. തുടർന്ന് സമയം വൈകിക്കാതെ വൈദ്യസഹായം തേടുക. നമ്മുടെ മുറിവിൻ്റെ കാഠിന്യവും മറ്റ് കാര്യങ്ങളും കണക്കിലെടുത്ത് വാക്സിനേഷൻ, അതുപോലെ ഇമ്മ്യൂണോഗ്ലോബിൻ തുടങ്ങിയ ചികിത്സകൾ, കുത്തിവയ്പ്പുകൾ ആവശ്യമായി വന്നേക്കാവുന്നതാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതുപോലെ കൃത്യമായ ഇടവേളകളിൽ വാക്സിനേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തെരുവ് പട്ടികളുടെയും മറ്റു മൃഗങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതുകൂടി ശ്രദ്ധിക്കുക. സ്കൂളുകളിലും പൊതുനിരത്തുകളിലും കുട്ടികളെ നായകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പരിസരം ശുചീകരിക്കുകയും ഭക്ഷണാവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്നത് വഴി തെരുവ് നായകൾ പ്രത്യേക സ്ഥലത്ത് തങ്ങുന്നതും പെരുകുന്നതും ഒഴിവാക്കാൻ സാധിക്കും. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ. പേവിഷബാധ പ്രതിരോധ പരിപാടികൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണം വേണമെന്നും ദേവിയാർ കോളനി മെഡിക്കൽ ഓഫീസർ ടി ഹരിപ്രസാദ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.